എന്ത് ബോറടിയാ ചാനലൊന്നും മറ്റേ ഒന്നും കാണാനില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തോട് ശ്രദ്ധിക്കുക. നിനക്ക് എന്താ പറ്റിയത്? ആ മാനേജർ വല്ല ചീത്തയും പറഞ്ഞോ? പറ്റില്ല. എടി സോറി, ഞാൻ നേരത്തെ അത് പോട്ടെ. ഫുഡ് ഓർഡർ ചെയ്യട്ടെ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? ഓർഡർ ചെയ്യണം അത്രയ്ക്ക് നിർബന്ധമാണോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? അപ്പൊ നിനക്കും കൂടെ ചെയ്യാല്ലേ, ഒരുമിച്ച് കഴിക്കാവാ. എന്നാ എനിക്ക് ഐസ്ക്രീം അച്ചാറും മതി. ഐസ്ക്രീം അച്ചാറുവാ? ഇതെന്ത് കോമ്പിനേഷൻ? നിനക്ക് എന്തായാലും വയ്യേ? ഇല്ല, ഐസ്ക്രീം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അച്ചാറ് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ എളുപ്പം പോലെ കേട്ടാ. വേണ്ട, അല്ലെങ്കിൽ നമ്മളോടൊന്നും സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ കിടന്നോളാം. അല്ല അല്ല അല്ല, നിക്ക് ഞാനേ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഇല്ലേ, പോയിട്ട് ചോദിച്ചു നോക്കാം, അച്ചാറുണ്ടാവുമായിരിക്കും. സെറ്റാക്കിയിട്ട് വരാം. കിടന്നോട്ടാ, അച്ചാർ അവിടെ ഉണ്ടാവും എന്തോ. മതി ഐസ്ക്രീം അച്ചാറും. സുമതി ചേച്ചിയുടെ വീട്ടിലുണ്ടായില്ലടി. അപ്പുറത്തെ ഫ്ലാറ്റിലെ പോലീസുകാരനില്ലേ, അയാൾ എന്നെ ഒരു നോട്ടം ചോദിക്കാൻ ചെന്നപ്പോ എന്ത് വിചാരിച്ചാണോ എന്തോ. പിന്നെ ഡേറ്റ് ആയില്ലേ? എനിക്കപ്പോഴേ തോന്നി അതിൻ്റെ. അല്ലാണ്ട് നിനക്ക് എന്നോട് ചൂടാവേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാൻ കൊടുക്കട്ടല്ലേ? അതേലോ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഐസ്ക്രീം മേടിച്ചത്? ഞാൻ ചോദിക്കണ എല്ലാം എനിക്ക് കൊണ്ടുവരുമോ? അന്നമ്മച്ചി കരയല്ല, സമാധാനപ്പെടും. അറിയാടി, ചൂട് പിടിക്കണോ? വേണ്ടത് കൂട്ടിരുന്നാ മതി. അത്രയുള്ളൂ, ഞാനില്ലേ കൂടെ. ഒന്നുമില്ല കേട്ടാ. ഐസ്ക്രീം കഴിക്കുമ്പോൾ മതിയായി. ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു കള്ളച്ചിരിയൊക്കെ? ഞാൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു അല്ലേ? സാമാന്യം ഭേദപ്പെട്ട രീതി. എൻ്റെ അന്നമ്മേ, എടി ഞാൻ നിനക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്തു തന്നടി. എന്നിട്ട് നീ ഇതേപോലെ ഓരോ മൂഡ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എന്നോട് കാണിച്ചേ. എനിക്കത് തയ്ക്കാൻ പറ്റുമൊന്നുമില്ല, ഒരുപാട് ഹേർട്ടാവുന്നുണ്ട് ഇതൊക്കെ. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾക്കെല്ലാം സുഖമാണ്. സുഖോ? എടാ, ഒരു പെണ്ണ് വർഷത്തിൽ 12 വട്ടം വെച്ച് ഒരു മാസത്തിൽ ആവറേജ് 5 ദിവസമെങ്കിലും ബ്ലീഡ് ചെയ്യും. അറിയോ നിനക്കത്? ആ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യായുസിന് 3500 ദിവസം, 3.5 ലിറ്റർ മുതൽ 2.5 ലിറ്റർ വരെ ബ്ലഡ്. ഇനി വെറുതെ ബ്ലീഡ് ചെയ്താൽ മതിയോ? പോരാ, അതിൻ്റെ ഒപ്പം തലവേദന, പ്രാണവേദന, നടുവേദന. ചിലർ തലകറങ്ങി വീഴും, ചിലർക്ക് തുള്ളൽ പനി വരും, ചിലർക്ക് ഇതൊന്നുമില്ലാത്ത സുഖകരമായ പീരീഡ്സ്. അവർ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനി മെൻസ്ട്രൽ ഫേസ്, ഓവുലേഷൻ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, ഇങ്ങനെ എത്ര ഫേസുകൾ ഓരോ പെണ്ണുങ്ങളും ഫേസ് ചെയ്യണമെന്നറിയും. ഇതൊക്കെ കഴിഞ്ഞ് ഈ പീരീഡ്സിൻ്റെ കൂടെ ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം കൂടി ഉണ്ടെങ്കിലോ, 1 മാസത്തിലെ 2 ആഴ്ച. എടാ, ഈ പീരീഡ്സും മൂഡ് സ്വിങ്സും കാരണേ നിങ്ങളെക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ്. എന്തിനെന്നറിയാതെ ചിരിക്കുക, എന്തിനെന്നറിയാതെ കരയുക, എന്തിനെന്നറിയാത്ത ഏകാന്തത, വ്യസനം, കോപം, ഭയാനകം, ബീഭത്സം,
അല്ല വൈഷമ്യം. ഇതിലൂടെ ഒക്കെയാണ് ഓരോ മാസവും ഓരോ സ്ത്രീജനങ്ങളുടെയും മനസ്സ് കടന്നു പോകുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പീരീഡ്സ് കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെക്കുന്ന രീതിയിൽ ഞങ്ങളൊന്ന് പ്രസവിച്ചാലോ? അവിടെ പ്രാണവേദന, വിത്ത് ചോരക്കളി, കോംപ്ലിമെൻ്ററിയാ. നീ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് ഞങ്ങളുടെ പേരിടാൻ പറ്റും? ഇല്ല. ആ കുഞ്ഞിൻ്റെ പേരിൻ്റെ ബാക്കിൽ വാല് പോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, ഇതൊക്കെ ഉള്ളിലൊതുക്കി ആരോടും ഒരു വിഷമം പറയാണ്ട് ഒരു പരാതിയും പറയാതെ ജീവിക്കുന്ന ഞങ്ങൾ സ്ത്രീകൾക്ക് സുഖം അല്ലേ? നീ കുരുണ്ടാ? ഇത് ഈ മാസത്തെ പീരീഡ്സ് കുരു. ഈ പാടുണ്ടാ? ഇത് കഴിഞ്ഞ മാസത്തെ പീരീഡ് കുരുവിൻ്റെ പാട്. ഇതതിന് മുമ്പത്തെ മാസത്തെ. എന്നിട്ട് സുഖം അല്ലേ? നീയൊക്കെ സുഖിപ്പിച്ച തരാം. അന്നമ്മച്ചി എന്താ റെഡി? എടി അതൊക്കെ വിട്. എന്ത് വിടാ? അല്ല നേരത്തെ നേരത്തെയാ? അല്ല നേരത്തെ ഒന്നുമില്ല. ഈ കോഫി കുടിക്കട്ടെ. ഇതിലും മധുരമില്ലല്ലോ. ഇല്ലല്ലോ. ആസ് എ പാർട്ട്ണർ ഞാനതൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടേ? ഇന്നലെയാണ് എനിക്ക് അതിൻ്റെ ഒരു നാക്ക് പിടികിട്ടിയത്. ഇനി നിനക്ക് മധുരം വേണമെന്നാണെങ്കിൽ ഞാൻ എന്തേ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ എന്തുപറ്റടി? എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല സാധനമില്ലേ? സാധനം അത് നീയാട കുട്ടാ. ചായ കുടിച്ചോ എന്റെ പൊന്നു കൊച്ചോ. പിടിക്കേ. സുഖോ? ഒരു വർഷത്തിൽ ചിലർക്ക് ഇതൊന്നുമില്ലാത്ത സുഖകരമായ പീരീഡ്സ്. അവർ ദൈവത്തിന്റെ കുഞ്ഞാട്. കോപം, ബീഭത്സം, ഭയാനകം. മറ്റേതിൽ ഈ കയ്യിലത്തെ കളിയില്ലായിരുന്നട്ടാ. സുഖോ? എടാ വർഷത്തിൽ 12 ദിവസം വെച്ച് ഒന്നും കൂടെ പോ. ഒരു മാസത്തിൽ 2 ആഴ്ച. ഓക്കെ ആണോ?